ഹായ് ഫ്രണ്ട്സ്, വിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്തിനടുത്തുള്ള കാരാകൃഷിയിലാണ്. ഇവിടെ ഐസ് പോയിൻ്റ് എന്ന ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ മുമ്പിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ മുതിർന്നവരും കുട്ടികളും എല്ലാം വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഐസ് ക്യാൻഡികളൊക്കെ ഉണ്ടാക്കുന്നൊരു യൂണിറ്റാണിത്. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇവർ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഉള്ളത് ഐസ് പോയിൻറ്റിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അകത്താണ്. എൻ്റെ കൂടെയുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്റർ കൂടിയായിട്ടുള്ള പ്രഭാതേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളതെല്ലാം അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രഭാതേട്ടാ, നമ്മളിപ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്യണത്? നമ്മളിവിടെ മെയിനായിട്ട് ഐസ് കാൻഡിയാണ് ചെയ്യുന്നത്. ക്രീം ബേസ്, വാട്ടർ ബേസ് ചെയ്യുന്നത്. ഒറിജിനൽ ഫ്രൂട്ട് പൾപ്പ് വെച്ചിട്ട് നമ്മൾ എത്ര വെറൈറ്റിയോളം ചെയ്യുന്നുണ്ട്? 30ഓളം വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആ, അപ്പോൾ അതിലെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ? അത് ടണ്ടർ കോക്കനട്ട്, പിസ്ത, അതുപോലെ ചോക്ലേറ്റ്, പിന്നെ അതുപോലെ ഗുലാബ് ജാമുൻ, അങ്ങനെ ഒരു 30 വെറൈറ്റി ഉണ്ട്. 30ഓളം വെറൈറ്റികൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ ഹൈജീനിക് ആയിട്ട്, കൈ കൊണ്ടൊന്നും വല്ലാതെ തൊടാതെ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതെ, കണ്ടു, വളരെ ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് പൾപ്പൊക്കെ നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്തിട്ട്? അതെ, നമ്മളത് ഒറിജിനൽ ഫ്രൂട്ടിന്റെ പൾപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ നട്ട്സ് എല്ലാം അത്യാവശ്യം റേറ്റ് കൂടിയത്, അതുപോലെ എല്ലാം അങ്ങനെയാണ്, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്? ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കിൻ്റെ മിക്സാണ്. അതായത് നമ്മൾ മിൽക്ക്, അതുപോലെ ക്രീം, ബട്ടർ, അതുപോലെ ഷുഗർ, മിൽക്ക് പൗഡർ, അങ്ങനെയെല്ലാം ആഡ് ചെയ്തിട്ട് ഇത് ഇന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് നമ്മൾ എടുത്തിട്ട് ക്യാൻഡീസ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു 100 ലിറ്റർ മിക്സ് ഉണ്ടാവും. അപ്പോൾ അത് 100 ലിറ്റർ മിക്സ് എന്ന് പറയുന്ന ഒരു 10 ഫ്ലേവർ നമ്മൾ ചെയ്യും ഇതിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നെ ഇതിന്ന് എടുത്തിട്ട് പിന്നെ അടുത്ത എന്താണ് നമ്മൾ ചെയ്യുന്നത്? അടുത്ത് ഇതിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ആറിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് അത് തണുത്തതിന് ശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് അത് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിലാണ്. ഇത് ചർണർ പറയും, ഈ മെഷീനിലാണ് അടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഫ്ലേവറാണോ വേണ്ടത്, ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി അല്ലെങ്കിൽ ടണ്ടർ കോക്കനട്ട്, അപ്പോൾ ഏതാണോ നമ്മളൊരു 10 ലിറ്റർ ഇതിൽ മിക്സ് എടുക്കും. മിക്സ് എടുത്തതിന് ശേഷം സ്ട്രോബെറി ആണോ വേണ്ടത് വെച്ചാൽ നമ്മൾ സ്ട്രോബെറിയുടെ പൾപ്പ് എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ഇതിലൊഴിക്കും. ഇതിലൊഴിച്ച് അതിന് ശേഷം പിന്നെ അടുത്തത് ഈ മെഷീനിലാണ്. അപ്പോൾ ഇതിൽ മിക്സ് എടുത്തതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് ആ മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഇതിലൊഴിക്കും. ഇതിലൊഴിച്ചതിന് ശേഷം ഇത് സ്റ്റിക്ക് ഹോൾഡറാണ്. ഇത് സ്റ്റിക്ക് കുത്തിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഇതിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ പേര് ലോലി ടാങ്ക് എന്നാണ്. അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഇത്. ഇതിലൊരു 20 മിനിറ്റ് നമുക്ക് കഴിഞ്ഞാൽ നമുക്കതൊന്ന് സ്റ്റിക്ക് ഹോൾഡർ റിലീസ് ചെയ്യാം. അതിന് ശേഷം അടുത്ത മെഷീൻ നമ്മുടെ ഹാർഡനർ എന്ന് പറയും. അതിൽ എടുത്ത് നേരെ ഇതിൽ പിന്നെ ഇത് 20 മിനിറ്റിന് ശേഷം റിലീസ് ചെയ്യാം. പാക്ക് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വയ്ക്കും. സെയിം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് നേരെ എടുത്തത് ട്രേകളിലേക്ക് മാറ്റും. പിന്നെ നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകും. പാക്കിംഗ് സെക്ഷനിൽ നമ്മൾ ഏതാണ് പ്രൊഡക്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് പാക്ക് ചെയ്ത് അതിൻ്റെ ലേബലെല്ലാം ചെയ്ത് പിന്നെ ഫ്രീസറിലേക്ക് മാറ്റും. ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ട് എവിടേക്കാണ് ഇപ്പോൾ സപ്ലൈ ഉള്ളത്? നമ്മളിപ്പോൾ പാലക്കാട്, മലപ്പുറം, അതുപോലെ തൃശ്ശൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ 4 ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ആളുകളിൽ നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നമുക്ക് നല്ല അഭിപ്രായമാണ്. സ്ഥിരമായിട്ട് ഇന്നേവരെ
എന്താണ് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ട് മോശം അഭിപ്രായം വന്നില്ല. സ്ഥിരമായിട്ട് നമുക്ക് ഓർഡർ ഉണ്ട്. ഉണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ദിവസം നമുക്ക് ഏകദേശം ഇവിടെ എത്ര പിന്നെ ഐസ് കാൻഡി ഉണ്ടാക്കാൻ നമ്മൾ ഒരു ഡെയിലി ഒരു 2000 പീസ് ഏകദേശം ആ ഒരു പ്രൊഡക്ഷനാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ. ഇനി നമ്മളത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൂടി വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു ഇതിലാണ്. ഇപ്പൊ നമ്മൾ ഐസ് പോയിന്റിൽ വിശേഷങ്ങളൊക്കെ കണ്ടു. എങ്ങനെയാണ് ഇവർ ഇവിടെ ഐസ് കാൻഡി ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു. അവരുടെ പ്രൊഡക്റ്റും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ എന്താ പറയുക, ആ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. ബ്ലൂബെറിയുടെ ഫ്ലേവറാണ്. വളരെ നല്ല എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വിന്നേഴ്സ് അസോസിയേഷനാണ് നമ്മൾ സമീപിച്ചിരുന്നത്. അവിടെ നമുക്കിതിന് ലോണും കാര്യങ്ങളും ചെയ്തു തന്നത് അവിടെ നിന്നാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്തു തന്നതും അവർ തന്നെയാണ്. അതിൽ ഒന്ന് എടുത്തു പറയേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഷെബീർക്ക് ജബ്ബാർക്കാണ് നമുക്കിതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിന് ബാങ്കിലോട്ട് വല്ല ലോണ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറത്ത് ഇപ്പോൾ സബ്സിഡി ആയിട്ട് ഒരു 10 ലക്ഷം രൂപ ഞങ്ങളെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കാലാവധി കഴിയുന്ന രക്ഷയിൽ നമ്മളെ ഇതിലോട്ട് ലോണിലോട്ട് മാറ്റപ്പെടുള്ളൂ എന്നാണ് ബാങ്കിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഐസ് പോയിന്റിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. ലവീസ് എന്നുള്ള ഒരു ബ്രാൻഡിലാണ് അവർ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത്. ആ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. വളരെ നല്ല ടേസ്റ്റുള്ള, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവരുടെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലെ ഉള്ള യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും വിന്നർ അസോസിയേറ്റ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷവുമായി നമുക്ക് കാണാം.